ഡയലേ ഡൗട്ട് ടു ബ്രില്യൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുള്ള എല്ലാ സംശയങ്ങൾക്കും ഏറ്റവും ആധികാരികമായ മറുപടി തരാൻ ശിവൻ സാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യ കോളിലേക്ക് പ്രവേശിക്കാം. ഹലോ ഹലോ നമസ്കാരം മോളെ, നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് നിന്നാണ്. അപ്പോൾ ശിവൻ സാർ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ശിവൻ സാറിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ മോളെ. നമസ്തേ മോളെ, പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ, ചോദിക്കൂ. ഓക്കെ, PWD റിസർവേഷൻ ഉള്ള താങ്കൾ തിരുവനന്തപുരത്ത് പോയായിരുന്നോ റിസർവേഷനായിട്ട്? വേണം. ഇല്ല മോളെ, ഇല്ല. നമുക്ക് ഇപ്പോൾ എയിംസ് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഓൾ ഇന്ത്യ വെരിഫിക്കേഷന് പോയാൽ മതി. ഇതിപ്പോൾ അവർ ചെന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, വെരിഫൈഡ് ആയി, ഉറപ്പാണ് അല്ലേ? ഉറപ്പായില്ലേ? പോയിട്ട് അവരെന്താ പറഞ്ഞത്? സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ ഓക്കെ, നമുക്ക് 40% മുകളിലുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആവുള്ളൂ. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് താങ്കൾക്ക് എത്രയുണ്ട് പെർസെൻറ്റേജ്? ഓക്കെ 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 മോളെ, നമുക്കത് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് ജൂലൈ ആദ്യത്തെ ആഴ്ച വരും. വേണമെങ്കിൽ അതിനും ഇവിടെ തന്നെ ഹാജരാകാവുന്നതേ ഉള്ളൂ കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഓക്കെ മോളെ, ബൈ. ഈ PWD വിഭാഗത്തിന് ഇപ്പം കേരളത്തിൻ്റെ 28-ാം തീയതി തിരുവനന്തപുരം നഴ്സിംഗ് ഹോമിൽ വെച്ചാണ്. ഇനി ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ഇന്ത്യയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, അതിനെല്ലാം ഒരു വെരിഫിക്കേഷനുകളുണ്ട്. രണ്ടിലും ഇവർക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത്രയും ചാൻസ് അല്ലേ? മിനിമം മാർക്കാണെങ്കിൽ പോലും PWD കാറ്റഗറിയിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ സാർ. സാർ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഓക്കെ. ഹലോ ഹലോ, നമസ്കാരം മേഡം, എവിടെ നിന്നാണ്? സംസാരിച്ചോളൂ. നമസ്തേ മാം, പറയൂ. ഓക്കെ. കാറ്റഗറി ഗവൺമെന്റിന് കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന് അന്വേഷിക്കുകയാണ്. ഉണ്ട് മാഡം, നമുക്ക് അറിയാം. ഒരു ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയാകുമ്പോഴായിരിക്കും കേരള മെഡിക്കൽ അലൈഡ് തുടങ്ങുന്നത്. അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ BHMSന്റെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അത് തന്നെ, 5 കോളേജാണുള്ളത്. അതിന്റെ പ്രിഫറൻസ് ഓർഡർ കൊടുത്താൽ മതി, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ. നമുക്ക് ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കകത്ത് ഏറ്റവും ഫീസ് നിരക്ക് കുറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BHMS. ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഒരു 18,000 അല്ലെങ്കിൽ 20,000 കേരള മെഡിക്കൽ റാങ്ക് വെച്ചാണെങ്കിലും BHMSന് അഡ്മിഷൻ കിട്ടും. നമുക്ക് കേരളത്തിൻ്റെയൊക്കെ ഒരു ശൈലിയിൽ ഏറ്റവും സേഫായിട്ട് ഒരു കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ലൊരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സാണ് BHMS. നമുക്കറിയാം, പക്ഷേ വിദേശത്ത് അതിന് അത്രയധികം പോപ്പുലാരിറ്റി ഇല്ലാണ്ടായിരിക്കാം കേരളത്തിൽ അല്പം കുട്ടികൾ അത് സെലക്ട് ചെയ്യുന്നത് കുറവാണ്. കാരണം ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ എല്ലാവരും വിദേശമാണല്ലോ നോക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ മാത്രമേ ഉള്ളൂ അതിനൊരു നെഗറ്റീവ്. പക്ഷേ ഏറ്റവും അധികം ഫീസ് നിരക്ക് കുറഞ്ഞ് ഏറ്റവും കംഫർട്ടായിട്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BHMS. ഹലോ ഹലോ, നമസ്കാരം സാർ, പറഞ്ഞോളൂ. നമസ്തേ സാറേ, പറയൂ. സാർ, എന്താ വെച്ചാൽ ഞാൻ കുറ്റിപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് ജനറൽ ആണ്, 667 ആണ് മാർക്ക്. ഓക്കെ സാറേ. സാർ, നമുക്ക് ഓൾ ഇന്ത്യയിൽ കിട്ടുമോ? 100 ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാനയിൽ ഒരു സീറ്റ് 3ാമത്തെ അലോട്ട്മെൻറ്റും 4ാമത്തെ അലോട്ട്മെൻറ്റും ഉറപ്പായിട്ട് ലഭിക്കും. അതിൻ്റെ സാധ്യതകൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ അറിയാൻ സാധിക്കും. ഏതാണ്ട് 23,000 വരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോകുമ്പോൾ ഏത് സ്റ്റേറ്റ് വരെ വെച്ചാൽ കിട്ടുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അത് തന്നെ. ഈ 4 സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉറപ്പായിട്ട് ലഭിക്കും. തമിഴ്നാടോ കർണാടക എന്തായാലും, ആന്ധ്ര, തെലുങ്കാന. അതെ. പിന്നെ സാർ, ഒരു കാര്യം കൂടി ഡൗട്ട്, ഒരു ചോദ്യം കൂടിയാണ് സാർ. മോള് പറഞ്ഞെന്താ വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷന് നമുക്ക് ഇഷ്ടമുള്ള ഏത് കോളേജുകളും ഓപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞു അലോട്ട്മെന്റിൽ. അത് കൊടുക്കാന്ന് പറഞ്ഞു. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് വലിയ കോളേജുകളാണെങ്കിൽ പോലും നമുക്ക് ഇത്ര മാർക്കല്ലേ ഉള്ളൂ. നമ്മൾ മാർക്കിന്റെ ഏകദേശം അനുസരിച്ചിട്ടാണോ കൊടുക്കേണ്ടത്? നമുക്ക് ആഗ്രഹമുള്ള കോളേജുകൾ അങ്ങനെ കൊടുക്കാൻ കഴിയുമോ? അത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹമുള്ള കോളേജിന്റെ ഓർഡറിലാണ് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ
കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ് താല്പര്യം, അല്ലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷൻ. അങ്ങനെ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ വെച്ച് കേരളം കഴിഞ്ഞാൽ തമിഴ്നാടായിരിക്കാം, തമിഴ്നാട് കഴിഞ്ഞാൽ കർണാടക ആയിരിക്കാം, അത് കഴിഞ്ഞാൽ ആന്ധ്ര. അപ്പം നമ്മളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചുള്ളത് തന്നെ ആയിരിക്കണം. പക്ഷേ സാറ് പറഞ്ഞ പോലെ നമ്മളുടെ റാങ്കിന് ആനുപാതികമായിട്ട് കഴിഞ്ഞ വർഷം 15,000 മുതൽ 25,000 വരെ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസും അതിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. വരെയുള്ള റേഞ്ചിലുള്ള അതിൻ്റെ ഒരു പ്രിഫറൻസ് ഓർഡർ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണല്ലോ നമ്മുടെ സാധ്യത നിൽക്കുന്നത്. മറ്റേത് ഹൈ എൻഡ് ആണ്. പക്ഷെ അത് വെച്ചെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് യാതൊരു കുറവുമില്ല. നമുക്കൊരു സീറ്റ് തന്നിട്ടേ നമ്മുടെ തൊട്ടടുത്തയാളെ പരിഗണിക്കുന്നുള്ളൂ. അതെ സാർ. ഓക്കെ, ബൈ ബൈ. ഈ ഓപ്ഷൻ വെക്കുന്ന കാര്യത്തിൽ, പ്രിഫറൻസ് ഓർഡർ വെക്കുന്ന കാര്യത്തിൽ എപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി എന്തിന് കൊടുക്കണം? ഇപ്പോൾ എയിംസ് വെച്ചെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എയിംസ് ഡൽഹി, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ് 657, 23,000 റാങ്കാണ്. ഇദ്ദേഹം വിചാരിക്കുകയാണ് ഞാൻ എയിംസ് വെച്ചു, അല്ലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിചാരിച്ചു, എൻ്റെ തൊട്ട് താഴെ റാങ്കുള്ള ആൾ ഇടുക്കി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കർണാടകത്തിലൊരു മെഡിക്കൽ കോളേജ് ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ തോന്നാം അവർക്കല്ലേ ആദ്യം കിട്ടാനുള്ള സാധ്യത ആണ്. പക്ഷെ അങ്ങനെയല്ല. നമുക്കൊരു സീറ്റ് തന്നിട്ട് മാത്രമേ നമ്മളുടെ അടുത്ത ആളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. റാങ്കിനാണ് പ്രാധാന്യം, അത് ഓർത്താൽ മതി. നമുക്കൊരു സീറ്റ് തന്നിട്ട് അടുത്തയാളെ പരിഗണിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടാൻ അർഹതയുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കണം. നമ്മൾ എയിംസ് മാത്രം കൊടുത്തിട്ട് നമുക്ക് സീറ്റ് തന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് കിട്ടാനുള്ളത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെ ഇപ്പോൾ ജോബി സാറൊക്കെ പറയുന്ന രീതിയിലാണെങ്കിൽ 3 ടയറായിട്ട് പറയും. ഏറ്റവും ഹൈ എൻഡ് നമ്പർ 1 നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തെ സെക്ഷന് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും മിനിമം ഇതെങ്കിലും വേണം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 3 ലെവലിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ സാറേ, അടുത്ത കോൾ വെയിറ്റിംഗിലാണ്. ഹലോ ഹലോ സർ. പറഞ്ഞോളൂ. ശിവൻ സാർ ഉണ്ട്, ചോദ്യം ചോദിച്ചോളൂ മോളെ. പറയുമ്പോൾ 16 മാർക്ക് ST കാറ്റഗറി, ESI 80 ഉണ്ട്. MBBS ഗവൺമെന്റിൽ തന്നെയുള്ള സാധ്യത പറയോ സർ? മാർക്ക് എത്രയാണ് മോളെ? 516. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണും. നമുക്ക് ഗുൽബർഗ, ബിട്ട, മാണ്ഡി തുടങ്ങിയ കോളേജുകളിലൊക്കെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ESIയും ഏതാണ് മോളെ? കൊല്ലം പാരിപ്പള്ളി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ESI വെച്ചിട്ട് അല്പം സാധ്യത കുറവായിരിക്കാം. പക്ഷേ നമ്മുടെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ കേരള അലോട്ട്മെൻറ്റ് വഴി, ESI അല്ലാതെ കേരള അലോട്ട്മെൻറ്റ് വഴി താങ്കൾക്ക് ഗവൺമെൻറ് കോളേജോ സെൽഫ് ഫിനാൻസിങ് കോളേജോ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് ഉറപ്പായിട്ട് നമുക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ESI വെച്ചാണെങ്കിൽ ഒരു പക്ഷേ ചെന്നൈയോ ഗുൽബർഗയോ ഒക്കെ ആയിപ്പോയേക്കാം. എന്താണെങ്കിലും നമുക്കത് കാറ്റഗറിയിൽ എത്ര പേരുണ്ടെന്നും കൂടെ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. ഓക്കെ മോളെ. സാർ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ESI കോട്ടയിലുള്ളൊരു കുട്ടിയാണ് വിളിച്ചത്. കുട്ടിക്ക് SC കാറ്റഗറിയിലും അർഹതയുണ്ട്. നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പ്രിഫറൻസ് ഓർഡർ ഇവർക്ക് വലിയൊരു സംശയം വരും. കേരള വെക്കണോ അത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ആദ്യം സീറ്റ് നോക്കണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് ESI കോട്ടയിലേക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ ഒക്കെ എത്രത്തോളം? തീർച്ചയായിട്ടും ESI വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജനറൽ വിഭാഗത്തിലാണെങ്കിൽ ഒരു 60,000 റാങ്ക് വരെ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. OBC ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 70,000 72,000 റാങ്ക് വരെയൊക്കെ കിട്ടും. EWS വിഭാഗമാണെങ്കിൽ 80,000 റാങ്ക് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ESIയുടെ 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് സീറ്റ് കിട്ടും. പക്ഷെ അവരിൽ ഒരു പേരൻ്റ് ഇന്ന് ഓർമ്മപ്പെടുത്തിയത്, ഇതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും യൂട്യൂബ് വഴി പറയുമ്പോൾ ഒരു പേരൻ്റ് ഇന്ന് ഓർമ്മപ്പെടുത്തിയത്, സാറേ എൻ്റെ കുട്ടി ESI വഴി പഠിക്കുകയാണ്, അവൾ 4 വർഷവും പഠിത്തവും കഴിഞ്ഞു, 1 വർഷം ഹൗസ് റെൻസിങ് കഴിഞ്ഞു, ഇപ്പോൾ 1 വർഷം അവൾ ബോണ്ട് ചെയ്യുകയാണ്. കാര്യം പറഞ്ഞാൽ അവൾക്ക് 1 ലക്ഷത്തിനടുത്ത് സാലറിയും കിട്ടുന്നുണ്ട്. പക്ഷേ അവളുടെ കൂടെ ഉള്ളവരൊക്കെ PG എൻട്രൻസ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പം ബോണ്ട് ഒരു വിഷയമാണെങ്കിൽ നമുക്ക് ആ കഴിയുന്ന 1 വർഷം നമുക്കൊരു വിഷയമാണെങ്കിൽ ESI വഴി അല്ലാതെ കിട്ടുന്നൊരു സീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും എളുപ്പത്തിൽ PG നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബോണ്ടെന്ന് പറയുമ്പോൾ 1 വർഷം മുതൽ 1.5 വർഷം വരെ നീണ്ടു നിൽക്കാം. അപ്പം നമുക്ക് 2 വർഷത്തേക്ക് ചിലപ്പോൾ PG എൻട്രൻസ് മിസ്സായേക്കാം. അപ്പോൾ PGക്കാണോ പ്രാധാന്യം? പക്ഷെ അവിടെ 1 ലക്ഷം വെച്ച് സാലറി ഉള്ളപ്പം PGക്ക് നല്ലൊരു സീറ്റ് കിട്ടാനുള്ള അത്ര ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി.
സെൽഫ് ഫിനാൻസിങ് പി ജിക്ക് സീറ്റ് കുറവും ഫീസ് കൂടുതലുമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ? ഒരു മിഡിൽ ഫാമിലിക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ESIയും ഇപ്പോൾ ഈ കുട്ടിയെ പോലെ അപ്പോൾ അടുത്ത കോളറുണ്ട്, നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് സംസാരിക്കാം സാർ. ഹലോ ഹലോ, ശിവൻ സാർ അല്ലേ? ശിവൻ സാർ ഒപ്പമുണ്ട് മോളെ. അപ്പം തീർച്ചയായിട്ടും മോളെ സംശയങ്ങൾ ചോദിച്ചോളൂ. സാറേ, എനിക്ക് ഈ പ്രാവശ്യം 588 മാർക്ക് കിട്ടി നീറ്റിന്. കേരളത്തിൽ EWS ഉണ്ട്. അപ്പം ഗവൺമെന്റ് BDS സീറ്റ് കിട്ടുമോ കേരളത്തില്? നമുക്ക് ഗവൺമെന്റ് BDS സീറ്റ് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് മോളെ. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റിലാണെങ്കിലും ഈ മാർക്കിന് ഗവൺമെന്റ് BDS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ്ങിന്റെ MBBS സീറ്റുകൾ നമുക്കറിയാം ഏത് കോളേജിൽ ലഭിക്കുന്ന ഒരു കാറ്റഗറിയാണ് 588. ഇനി കാറ്റഗറി റാങ്ക് വന്ന് കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഉറപ്പാക്കാനുള്ളത് എത്ര പേര് EWSന് ഈ വർഷം എണ്ണം കൂടുതലുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, ഇതുപോലെ തന്നെ സാറ് നേരത്തെ പറയണ്ടേ, ഇപ്പം നമ്മുടെ BDSന്റെ ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് ഈ കുട്ടി. തീർച്ചയായിട്ടും അതും ഒക്കെ ഇപ്പം മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു ഗ്രാജുവേറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിനുശേഷമാണ് സ്പെഷ്യലൈസേഷൻ മേഖല. അതിനൊക്കെ BDS ഏറ്റവും നല്ലതാണ്. അടുത്ത കോളറും നമുക്ക് വെയിറ്റിംഗിലുണ്ട് അല്ലേ? ഹലോ നമസ്തേ മോളെ, പറയൂ. സാർ, എന്റെ സ്കോർ 543 ആണ്. ഓക്കെ. OBC 7 ആണ്. ഓക്കെ. അപ്പോൾ കേരളയിലോ കർണാടകയിലോ സെൽഫിൽ കിട്ടാൻ നമുക്ക് കേരളത്തിന്റെ സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു പക്ഷേ വന്നേക്കാം. ഒരു പക്ഷേ നമുക്ക് 10,500 കേരള മെഡിക്കൽ റാങ്ക് വന്നിട്ട് കേരളത്തിന്റെ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു സീറ്റ് വരാവുന്നതാണ്. കർണാടകത്തിൽ സാധ്യത കുറവാണ്. പിന്നെ ഉള്ളത് ആന്ധ്ര, തെലങ്കാന മേഖലകളിലാണ് നമുക്ക് പിന്നെ സാധ്യതയുള്ളത്. അതുണ്ട്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുതിയതായിട്ട് അപേക്ഷിക്കണം. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകളിൽ നമ്മളെ പരിഗണിക്കുകയില്ല. 3ഉം 4ഉം അലോട്ട്മെൻറ്റുകളിലെ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. ആ സമയത്ത് ഈ മാർക്കിനൊക്കെ 10 ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. 10 lakhs per year വരും. നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ജൂലൈ 10 കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കും മോളെ. 10,000-നുള്ളിൽ വരുമോ, 10,000-10,500 കേരള മെഡിക്കൽ റാങ്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജൂലൈ 10 അറിയാം കേട്ടോ. ശരി മോളെ. നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഈ ESI കോട്ടയും ഒപ്പം കേരളത്തിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടൊക്കെ പറയുമ്പം ഇവർക്ക് ഈ ഓപ്ഷൻ ഏതിനെ ആദ്യം കൊടുക്കണം എന്നുള്ള വലിയൊരു സംശയം വരും. അവിടെയൊക്കെ നമ്മുടെ പ്രിഫറൻസ് ഉണ്ട്. നമ്മൾ പണ്ട് പറയാറുള്ള ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഏതാണോ അത് ഏത് രീതിയിൽ കിട്ടുമോ അതിനുള്ളൊരു താല്പര്യം കൊടുത്താൽ മതിയാകും. സാർ, അടുത്തൊരു കോളറുണ്ട്. ഓക്കെ. ഹലോ ശിവൻ സാർ അല്ലേ? അതെ, പറയൂ. എനിക്ക് ഇപ്രാവശ്യം നീറ്റിന്റെ സ്കോർ 612 ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് 2 ഡൗട്ടാണ് ഉള്ളത്. ഒന്ന്, എനിക്ക് ESIC റിസർവേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ നമ്മൾ ESIC കോളേജ് കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റേറ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ESIC കൊടുക്കാൻ പറ്റും? ഇല്ല മോളെ, അത് നമുക്ക് സ്റ്റേറ്റ് കോട്ടയിലല്ലാതെ നമ്മൾ കൊല്ലം കൊടുക്കുന്നുണ്ടല്ലോ 50% കോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അതിന് പക്ഷേ കേരള മെഡിക്കൽ റാങ്ക് ഒരു 880 അല്ലെ 900 റാങ്ക് വേണം, കേരള മെഡിക്കൽ റാങ്ക്. അപ്പോ കേരള അലോട്ട്മെന്റ് നമുക്ക് ESIC കൊല്ലം കൊടുക്കാൻ പറ്റത്തില്ല? സ്റ്റേറ്റ് കോട്ടയ്ക്കുള്ള കൊല്ലം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, 50%. പിന്നെ സാർ, എനിക്ക് 612 ആണ്. അപ്പൊ ഈ ESIC വഴി MBBSന് ചാൻസ് ഉണ്ടോ? OBC ആണോ മോള്? OBC. ഓക്കെ. ഈ 612 എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് മോളെ? 67,000. ഓക്കെ. കഴിഞ്ഞ തവണ നമുക്ക് കാണാമല്ലോ, സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഫോർത്ത് അലോട്ട്മെന്റിലും ഒക്കെ 70,000 72,000 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക് ലഭിച്ചിട്ടുണ്ട് മോളെ ESI. ഓക്കെ സാർ. അപ്പൊ ഈ 612 മാർക്കിൽ നമ്മൾ BDS ഗവൺമെന്റ് നോക്കുന്നുണ്ട്, അതോ ഇനി ESICയിൽ നോക്കണം BDS? ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ ഗവൺമെന്റ് MBBS സീറ്റ് കഴിഞ്ഞിട്ട് മോളെ ESIയുടെ MBBS സീറ്റുകൾ മാത്രം വെക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് റാങ്ക് കാണുമ്പോൾ അറിയാം ഈ വർഷം നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഒരു 65,000 വരെ ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ട് ലഭിക്കുമെന്നറിയാം. അതല്ല, ഒരു 50,000 കൊണ്ട് തീർന്നു പോയി. അപ്പം നമുക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ BDS സീറ്റ് വെക്കണം. മോളുടെ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ MBBS സീറ്റ് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ 11 കോളേജിലെ MBBSഉം 12 ഗുൽബർഗയുടെ BDSഉം വെച്ചാൽ മാത്രം മതിയാകും. ഓക്കെ. ഹലോ. പറഞ്ഞ മോളെ ശിവൻ സാറുണ്ട്, ചോദിച്ചോളൂ.
സാറിന്റെ നീറ്റ് സ്കോർ 553 ആണ്. ഓക്കെ. ഞാൻ OBC ആണ്. അപ്പൊ എനിക്ക് ഗവൺമെന്റിൽ കേരളത്തിൽ കിട്ടാവുന്ന സാധ്യതകൾ എന്തൊക്കെയാ? മോളെ അഗ്രികൾച്ചർ 3ാമത്തെ അലോട്ട്മെന്റ് മിക്കവാറും വരുന്നതായിരിക്കും. അതുകൂടാതെ ആയുർവേദവും ഹോമിയോയും ഫിഷറീസും ഫോറസ്ട്രിയും കിട്ടും. വെറ്റിനറി മാത്രമേ വെറ്റിനറി BDS MBBS ഈ 3 കോഴ്സുകൾ മാത്രമേ ഗവൺമെന്റ് മേഖലയിൽ കിട്ടാതെ പോവുകയുള്ളൂ. അഗ്രികൾച്ചർ കിട്ടുമായിരിക്കും. കിട്ടും, കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ ഗവൺമെൻറ് MBBS കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നൊരു മേഖലയാണ് BSc അഗ്രികൾച്ചർ. നല്ലൊരു ഗ്രാജുവേഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ജോലി സാധ്യതകളും അതോടൊപ്പം വിവിധ മേഖലകളിലോട്ടുള്ള പ്രോഗ്രാമുകളിലോട്ട് പോകാനായിട്ട് സാധിക്കും. PG സീറ്റുകളിലോട്ട് സ്പെഷ്യാലിറ്റികളിലൊക്കെ പോകാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും അഗ്രികൾച്ചറിന് ഇത്ര പ്രാധാന്യം. പിന്നെ 15,000 രൂപ മാത്രമേ ഉള്ളൂ വാർഷിക ഫീസ്. കേരളത്തിൽ 4 കോളേജുകളാണ് നീറ്റിൻ്റെ കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന് അഗ്രികൾച്ചർ പ്രവേശനം. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ നമുക്കറിയാമല്ലോ, CUET നിന്നാണ് എടുക്കുന്നത്. അത് ജൂൺ 30-ാം തീയതി റിസൾട്ട് വരും. സർ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ. ഹലോ സർ, 670 മാർക്ക് മുസ്ലിം OBC കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് സാർ? മാർക്ക് 520 എന്നാണോ പറഞ്ഞത്? 670. ഓക്കെ, 670 കേരളത്തിൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ. നമുക്കറിയാം 700 അല്ലെങ്കിൽ 690, 680 ഏതൊരു കാറ്റഗറിയുമുള്ള മുസ്ലിം OBC വിഭാഗം കേരളത്തിൽ തന്നെ ആയിരിക്കും ഒരു സീറ്റ് ആഗ്രഹിക്കുന്നത്. നമ്പർ ഓഫ് മുസ്ലിംസിൻ്റെ ഈ വർഷത്തെ എണ്ണം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കായാലും അല്പം കൂടുതലുമാണ്. അതുകൊണ്ട് നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഒരു 3ാം ഘട്ടം, കേരളത്തിൻ്റെ ഒരു 3ാം ഘട്ടത്തിൽ മാത്രമേ സാധ്യത അറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് കേരള മെഡിക്കൽ റാങ്കിൽ 1400 വരെയൊക്കെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് മുസ്ലിം സമുദായത്തിന് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഈ റാങ്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ 1500, 1600 റേഞ്ചിലായിരിക്കാം. 3ാം ഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ വഴി തമിഴ്നാട്ടിൽ കിട്ടാൻ പറ്റും. 100% നല്ല കോളേജുകളെല്ലാം കിട്ടും. താങ്കൾ അപ്പം ചെയ്യേണ്ടത്, കേരളത്തിലാണ് ആഗ്രഹമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് കിട്ടുന്നതും കൂടെ താങ്കൾ 5000 രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫോർഫീച്ചർ ചെയ്തുകൊണ്ട് താങ്കൾ എടുക്കരുത്. 3ാം ഘട്ടം ഓൾ ഇന്ത്യയും കേരള അലോട്ട്മെൻറ്റ് ഒരുമിച്ച് കൊടുക്കണം. അതിൽ താങ്കൾക്ക് 2 കോളേജിൽ ഓരോ അഡ്മിഷൻ കിട്ടും. കേരളത്തിൽ OBC വെച്ചിട്ടൊരു അഡ്മിഷൻ കിട്ടും, ഓൾ ഇന്ത്യ തലത്തിൽ തമിഴ്നാട്ടിലൊരു കോളേജും കിട്ടും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഏറ്റവും താല്പര്യമുള്ളത് ഏതാണോ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അത് തന്നെ. ഫസ്റ്റിൽ കൊടുക്കുക ഫ്രീ എക്സിറ്റ്, സെക്കൻഡിൽ കൊടുക്കുക ഫോർഫീച്ചർ, തേർഡിൽ ഓൾ ഇന്ത്യയും കേരളയും കൂടെ ഒരുമിച്ച് അലോട്ട്മെൻറ്റ് വരും. അതിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണോ അതെടുക്കാം. ഓക്കെ. നമുക്ക് ഓരോ കാറ്റഗറിയുടെ എണ്ണം, ഇപ്പം ആദ്യത്തെ 500-നകത്ത് ആ കാറ്റഗറി എത്ര പേരുണ്ട്, മുൻ വർഷങ്ങളിലേക്കായാലും എത്രയുണ്ടെന്നൊക്കെ അനുസരിച്ചിരിക്കും ഈ കാറ്റഗറി വൈസിട്ടുള്ള സാധ്യതകൾ പറയുമ്പം. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആ ടോപ്പ് റാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം കൂടുതലാണ്. മുമ്പ് പറഞ്ഞ ഒരു കുട്ടിയുടെ വിശ്വകർമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ എണ്ണം അല്പം കുറവാണ്. എന്നാൽ ഈഴവ എണ്ണം കൂടുതലാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഈ കാറ്റഗറി റാങ്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മുൻ വർഷങ്ങളിലെ സാധ്യതകൾക്കനുസരിച്ച് ഈ വർഷം കിട്ടുമോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് നമുക്ക് ബാക്കിയുള്ള ജനറൽ റാങ്ക് പറയുന്നത് പോലെ എളുപ്പമല്ല. ചിലപ്പം 70% കൂടി വന്നേക്കാം, ചിലപ്പോൾ 100-നകത്തുള്ളവരുടെ എണ്ണം കൂടി വന്നേക്കാം. അതുകൊണ്ട് അത് നമുക്ക് ഈ കാറ്റഗറി റാങ്ക് വന്നാൽ മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. സർ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഓക്കെ. ഹലോ. ഹലോ. പറയും മാം. 622 മാർക്കാണ്. ഓക്കെ. OEC-യിലാണ് വരുന്നത്. ശരി. സമുദായമാണ്. ഓക്കെ. അപ്പൊ സെൽഫിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് സർ? 100%. നമുക്ക് നല്ല സെൽഫ് ഫിനാൻസിങ് കോളേജ് ലഭിച്ചിട്ട് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് കിട്ടും. അത് തന്നെ. നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, കോഷൻ ഡെപ്പോസിറ്റ്, ലൈബ്രറി ഫീ, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കൂടെ ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്ക് വർഷം തോറും ചെലവ് വരും. എന്നാൽ ട്യൂഷൻ ഫീസ് 8 ലക്ഷം. എന്നാൽ ട്യൂഷൻ ഫീസ് നമ്മൾ കൊടുക്കുകയേ വേണ്ട. നമ്മൾ അഡ്മിഷൻ ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 5000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുകയും അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കോളേജിൽ ചെല്ലുമ്പോൾ ട്യൂഷൻ ഫീസ് ഇനത്തിൽ 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. എന്നാൽ
ഈ ഫീസ് ഇനത്തിൽ ഈ ഹോസ്റ്റൽ ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടെ ആഗസ്റ്റ് മാസത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടതായി വരും. ഓക്കെ. ഹലോ. ഹലോ. ശിവൻ സാർ. അതെ, ശിവൻ സാർ ഇവിടെ ഉണ്ട്, പറഞ്ഞോളൂ. സാറേ, എന്റെ ഞങ്ങൾ എസ്സിയാണ്, മകൾക്ക് 510 മാർക്കുണ്ട്. അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. നമുക്ക് ഗവൺമെന്റ് കോളേജ് കിട്ടുമോ സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കേരള മെഡിക്കൽ റാങ്കും കേരള കാറ്റഗറി റാങ്കും വരുമ്പോഴേ നമുക്ക് ഉറപ്പുള്ളൂ. പക്ഷേ കേരളത്തിലൊരു സീറ്റ് കിട്ടും. ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ നമുക്കൊരു സീറ്റ് 100% കിട്ടും. നമുക്കൊരു ചെലവ് ഇനത്തിൽ ഒരു 80,000 1 ലക്ഷം രൂപ വരെ മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അത് തിരികെ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് സീറ്റ് കേരളത്തിൽ ഉറപ്പാണ്. ഗവൺമെൻറ് മേഖല ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാറ്റഗറി റാങ്ക് വരുമ്പോൾ മാത്രമേ ഉറപ്പുള്ളൂ. ഓക്കെ. ഓക്കെ സാർ, അതുപോലെ ഈ ഒരു SC കാറ്റഗറിയിലുള്ള കുട്ടിയാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് ഇപ്പോൾ ഫീസില്ലാതെ പഠിക്കാനുള്ള തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഈ SC ST വിഭാഗത്തിനൊന്നും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ എടുക്കണമെങ്കിൽ ഇവർ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് 18,000 രൂപ അടച്ചേ പറ്റൂ, കർണാടകത്തിലാണെങ്കിൽ 75,000 രൂപ അടച്ചേ പറ്റൂ. പക്ഷേ കേരള അലോട്ട്മെൻറ്റ് വഴിയോ ഓൾ ഇന്ത്യ കോട്ട വഴി കേരളത്തിലാണെങ്കിലും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ NRI സീറ്റുകൾ അതാണെങ്കിലും ഇവർ മുഴുവൻ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ നോർമലുള്ള ഫീസ് ഗവൺമെൻറ് ഫീസ് ആണെങ്കിലും സ്വകാര്യ മേഖലയിലെ ഫീസുകളാണെങ്കിലും ഇവർക്ക് ബാധകമല്ല. സാർ, നമുക്ക് അടുത്ത കോൾ. ഓക്കെ. ഹലോ. അതെ, പറഞ്ഞോളൂ. ഞാന് നീറ്റില് PWD കാറ്റഗറിയിൽ വരുന്നൊരു കുട്ടിയാ. ഓക്കെ മോളെ, തിരുവനന്തപുരത്ത് വെരിഫിക്കേഷൻ പോയതാണോ മോള്? ഇല്ല, എനിക്ക് നാളെയാണ്, അല്ല മറ്റന്നാളാണ്. ഓക്കെ മോളെ പറയൂ. അപ്പം 392 മാർക്സ് എനിക്ക് ആകെ ഉള്ളത്. ഓക്കെ. അപ്പൊ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുമോ? 100% മോളെ. മോൾ ആഗ്രഹിക്കുന്ന ഏത് കോളേജിലും കിട്ടും. കോട്ടയോ തൃശ്ശൂരോ ആലപ്പുഴയോ കൊല്ലോ ഏത് കോളേജും കിട്ടും മോളെ. എന്താ മോളെ? കേരളത്തിൽ തന്നെ കിട്ടും. കേരളത്തിൽ ഏത് കോളേജും കിട്ടും കേട്ടോ. നിർബന്ധമായിട്ട് ചെല്ലണം. നാളെ ഇപ്പം പോകുമ്പം എന്താ കൊണ്ടുപോകുന്ന താങ്കളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ അതെല്ലാം കയ്യിലെടുക്കണം. ഇതുവഴി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലെങ്കിലും അവർ വെരിഫൈ ചെയ്തിട്ട് താങ്കൾക്കത് അലോ ചെയ്ത് തരും. ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ചെല്ലണം കേട്ടോ. ശരി മോളെ. കഴിഞ്ഞ തവണ PWD വെരിഫിക്കേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഏതാണ്ട് 45ഓളം PWD സീറ്റുകൾക്കകത്ത് 10 കുട്ടികൾക്ക് മാത്രമേ അവർ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള 35 സീറ്റിലും PWD വിഭാഗത്തിൽ ആരും പ്രവേശനം കേരളത്തിൽ എടുക്കാനില്ലായിരുന്നു. ആ 119 മാർക്ക് മതിയായിരുന്നു കഴിഞ്ഞ തവണ ഗവൺമെൻറ്റിൽ കിട്ടാനായിട്ട് നീറ്റിന്. ആ 119 കിട്ടിയ ആരുമില്ലാത്തതിനെ കൊണ്ട്, ആ മാർക്ക് കിട്ടാത്തത് കൊണ്ടല്ല, PWD ഇഷ്ടംപോലെ വെരിഫിക്കേഷൻ ചെന്നു. പക്ഷേ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയതുകൊണ്ട് കഴിഞ്ഞ തവണ ആകെ 10 പേർക്ക് ഇത് അനുവദിച്ചു കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഈ സീറ്റുകൾ മുഴുവൻ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയും 4ാമത്തെ റൗണ്ടിൽ ഇത് ജനറൽ വിഭാഗത്തിനും മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ഈ വർഷം അതുകൊണ്ടായിരിക്കാം വളരെ ലിബറലായിട്ട്, അതായത് ജെനുവിനായിട്ട് എലിജിബിലിറ്റി ഉള്ളവ എല്ലാവരെയും തന്നെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു വെരിഫിക്കേഷനാണ് ഇപ്പോൾ തിരുവനന്തപുരം നഴ്സിംഗ് ഹോമിൽ നടക്കുന്നത്. ഈ 28-ാം തീയതി വരെയാണ് അതിൻ്റെ സമയം. സാർ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഓക്കെ. ഹലോ. പറയൂ മോളെ. ഹലോ സാർ, എന്റെ സ്കോർ 559 ആയിരുന്നു. അപ്പൊ കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? 100% കിട്ടും മോളെ. അത് 3rd അലോട്ട്മെന്റ് അല്ല 4th അലോട്ട്മെന്റ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. 7 ലക്ഷം 8 ലക്ഷം ആ ക്രമത്തിലുള്ള ഫീസിലുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് ലഭിക്കും. ആയിക്കോട്ടെ. ലാസ്റ്റ് അലോട്ട്മെന്റ് തീർച്ചയായിട്ടും കിട്ടും. മോക്ക് അത് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ ഏതാണ്ട് 9,500 കൂട്ടി അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഒരു റാങ്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ. കേരളത്തിൽ കഴിഞ്ഞ വർഷം 9,740 വരെ കേരള മെഡിക്കൽ റാങ്കിന് 3rd അലോട്ട്മെന്റിൽ കിട്ടി. പക്ഷേ
ഈ ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് സെൽഫ് ഫിനാൻസിങ് ആദ്യത്തെ റൗണ്ടിൽ വെക്കാതിരിക്കും. അങ്ങനെ കുറേ അധികം പേര് 4ാമത്തെ റൗണ്ടിലാണ് സെൽഫ് ഫിനാൻസിങ് ആദ്യമായിട്ട് കൊടുത്തത്. അവർക്കൊക്കെ വലിയ അബദ്ധം പറ്റി. അവരാഗ്രഹിച്ച ഒരു കോളേജിലും സീറ്റ് സ്പോട്ടിലില്ലായിരുന്നു. പിന്നെ ആകെ ഒരു 22 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവർ നല്ല റാങ്ക് ഉണ്ടായിരുന്നു, 2000 2200 റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗവൺമെൻറ്റിൽ പോകാനുള്ള പാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 3 റൗണ്ടുകളിലും ഓൾ ഇന്ത്യയിലും കേരളത്തിലും ഗവൺമെൻറ് കിട്ടുമെന്ന് നോക്കിയിരുന്നു. കേരളത്തിൻ്റെ ആദ്യ റൗണ്ടുകൾ സെൽഫ് ഫിനാൻസിങ് കൊടുത്തില്ല. 4ാമത്തെ റൗണ്ട് ആയപ്പോഴേക്കും എങ്ങനെയെങ്കിലും സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും കയറിയേക്കാം എന്ന വിചാരത്തിൽ 4ാമത്തെ റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ ആകെ 22 സീറ്റുകൾ മാത്രം. അതും അവരാഗ്രഹിച്ച കോളേജുകളിൽ ഒന്നുമില്ല. പിന്നെ കിട്ടിയ കോളേജിൽ നമുക്കറിയാമല്ലോ, ഒരു കോളേജിൽ ഒരു വ്യത്യാസവുമില്ല, ഒരേ ഡിഗ്രി തന്നെയാണ് ലഭിക്കുന്നത്. എല്ലായിടത്തും വിജയശതമാനം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് ചില അട്രാക്ഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം കോളേജുകളുടെ ഒരു പ്രയോറിറ്റി കാണുന്നത്. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം കിട്ടി. പക്ഷേ അതുകൊണ്ട് ഈ വർഷവുമാണെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് നോക്കുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് കിട്ടാത്ത പക്ഷേ ഒരു സെൽഫ് ഫിനാൻസിങ് ആണ് നോക്കുന്നതെങ്കിൽ ആദ്യം തന്നെ വെക്കുന്നതാണ് നല്ലത്. കാരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ടും സെക്കൻഡിൽ നിന്ന് തേർഡ് വരെ പോകാനുള്ള സാവകാശം കിട്ടും. 3ാമത്തെ അലോട്ട്മെൻറ്റിലെങ്കിലും ഗവൺമെൻറ് കിട്ടുമെന്ന് നോക്കാം. അടുത്ത കോളറുണ്ട് സാർ, ആരാന്ന് നോക്കാം. ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളുകളുണ്ട് അല്ലേ? ഹലോ, ഹലോ, നമസ്കാരം മാഡം, ഹലോ, പറഞ്ഞോളൂ. ശിവൻ സാറുണ്ട്. സാർ എന്റെ മകന് വേണ്ടിയിട്ടാണേ. പറയൂ. അവന് 469 മാർക്കുണ്ട്. നമുക്ക് SC റിസർവേഷൻ ഉണ്ട്. ശരി, കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുമോ? നമുക്ക് കേരളത്തിൻ്റെ കാറ്റഗറി റാങ്ക് ജൂലൈ 10, 15 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും വരും. അതിനകത്ത് 300 കാറ്റഗറി റാങ്കെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയോ സ്വകാര്യ മേഖലയിലെങ്കിലും ഒരു MBBS പ്രവേശനം സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഇത് 300-ന് അപ്പുറത്ത് പോകാനും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അല്പം കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ഉറപ്പാക്കാൻ സാധിക്കുന്നത് കേരള മെഡിക്കൽ റാങ്ക് വന്ന് കേരള മെഡിക്കലിൻ്റെ കാറ്റഗറി റാങ്ക് വന്നിട്ട് അതിനകത്ത് നമ്മളുടെ റാങ്ക് SCയിൽ എത്രാമത്തെ കാറ്റഗറിയിലുള്ളതാണെന്ന് നോക്കണം. ഒരു 300 ആണെങ്കിൽ കിട്ടും. ഇപ്പം നമ്മുടെ മാർക്ക് വെച്ചിട്ട് അല്പം കുറവാണെന്നൊരു സംശയമുണ്ട്. സെൽഫ് ഫിനാൻസിങ് നമുക്ക് ഈ കാറ്റഗറി റാങ്ക് വരണം, എന്നാലേ അറിയാവുള്ളൂ. അതെ അതെ, സെൽഫ് ഫിനാൻസിങ് കൂടെ ചേർത്തിട്ടാണ്. കാരണം രണ്ടിടത്ത് നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് അല്പം ഫീസ് കൊടുത്തു പോകാൻ കഴിയുന്നവർ എന്ത് ചെയ്യും, എല്ലാ ഗവൺമെൻറ്റും വെക്കില്ല, കുറേ സെൽഫ് ഫിനാൻസിങ്ങോടും കൂടെ സീറ്റ് എടുക്കും, ട്യൂഷൻ ഫീസ് ഇല്ലല്ലോ. അതുകൊണ്ട് 300 എന്ന് പറയുന്നത് ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ് കൂടെ സീറ്റ് കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും കാറ്റഗറി റാങ്ക് വരട്ടെ. തീർത്തും കുറവല്ല, ഒട്ടും കിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല. ഇതായിരിക്കും കട്ട് ഓഫ്. ഈ 469, 470 മാർക്ക് എന്നൊക്കെ പറയുന്നതായിരിക്കും ഈ വർഷത്തെ SCയുടെ കട്ട് ഓഫ്. ഓക്കെ, ശരി. ഈ ഒരു കാറ്റഗറി റാങ്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട്, തീർച്ചയായിട്ടും എല്ലാ കാറ്റഗറിയിലും. ഇപ്പം EWSനകത്ത് 150-നകത്തെങ്കിലും വന്നാൽ ഗവൺമെൻറ് കിട്ടുമെന്നറിയാം. അപ്പോൾ ഈ കാറ്റഗറി റാങ്ക് വരുമ്പോഴേ നോക്കും നമ്മളെ റാങ്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കും. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, എക്സ് സർവീസ്മാൻ, സ്പോർട്സ്, മൈനോറിറ്റി, NRI, ഏത് കാറ്റഗറിയിലാണെങ്കിലും ആ കാറ്റഗറിയിൽ നമ്മുടെ സ്ഥാനം അനുസരിച്ചാണ് നമുക്ക് ആ റിസർവേഷൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. അതല്ലാതെ ആ റാങ്കിന് നമുക്ക് പ്രത്യേകിച്ച് പരിഗണന ഇല്ലെങ്കിലും അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന് നമുക്ക് ഈ കേരളത്തിൻ്റെ കാറ്റഗറി റാങ്കിന് വലിയ സാധ്യതയുണ്ട്. സാർ, നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഓക്കെ, ഹലോ. ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് മനോജ് എന്നാണ്. പറയൂ സാറേ. എന്റെ മോൾക്ക് 623 മാർക്കുണ്ട് സാറേ. 55,500 റാങ്ക്. ഉള്ളതാണ് മറ്റേ ESIയുടെ. അത് നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടാവും സാർ അതിന്? സാറേ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇത്രയധികം സീറ്റുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ജനറൽ വിഭാഗത്തിന് 55,000-ന് മുകളിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം 100% തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് റൗണ്ട് അല്ലെ തേർഡ് റൗണ്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഹലോ, നമസ്കാരം. ഞാൻ മോന് 588 മാർക്കാണ്. ഓക്കെ മാം, 94,000 ആണ് റാങ്ക്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ KMC മണിപ്പാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? മണിപ്പാലില്ല, മംഗലാപുരം ക്യാമ്പസ് കിട്ടും. മണിപ്പാൽ ക്യാമ്പസ് പാടായിരിക്കും. ഒരു 70,000 റാങ്കുകൾക്കൊക്കെ എല്ലാ വർഷവും തീരാറുണ്ട്. പക്ഷെ അത് ഒരേ ലെവലല്ല അല്ലേ സാർ? ഒരേ നിലവാരത്തിലല്ല അല്ലേ? അല്ല. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ടാറ്റ മണിപ്പാൽ ജംഷഡ്പൂർ എന്ന് പറഞ്ഞൊരു കോളേജും കൂടെ ഉണ്ട്. തീർച്ചയായും അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഏത് മാംഗ്ലൂരിനെക്കാട്ടിലും നല്ലതാണോ? നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫീസും അല്പം കുറവാണ് അവർ കാണിക്കുന്നത്. അതെ അതെ. ഇവിടെയാണെങ്കിൽ പി കെ ദാസ് അല്ലെങ്കിൽ ഡി എം വയനാട് ഒക്കെ ആയിരിക്കും അല്ലേ സാറെ കിട്ടുന്നത്? അതെ, 100% അത് കിട്ടും. ക്രിസ്ത്യൻ അല്ലല്ലോ? അല്ല, ജനറൽ ആണോ സാർ? ഓക്കെ. ഇവിടെ ഇപ്പൊ പി കെ ദാസ്, വിംസ്, SUT, സോമർവെല്ല, മൗണ്ട് സിയോൺ, അൽനസർ, അസീസിയ ആയിരിക്കും കിട്ടുന്നത്. സോമർവെല്ല കിട്ടാനുള്ള സാധ്യതയുണ്ടോ സാർ? സോമർവെല്ല തേർഡ് അലോട്ട്മെന്റിലൊക്കെ വരാവുന്നതാണ്. ഓക്കെ. അപ്പൊ പിന്നെ കർണാടകയുടെ ഏതാണ് ആദ്യം വരുന്നത് സാർ? കർണാടകയാണോ കേരളയാണോ? ഒരുപോലെ വരുന്നത്, ഒരേ ആഴ്ച അലോട്ട്മെന്റ് വരുന്നത്, ഒരേപോലെ വരും. ഒരേപോലെ. അപ്പൊ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമല്ല അല്ലേ? ഇല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ മാം. ഒരു കാര്യം കൂടെ സാർ, ഏത് ലോക്ക്ഡൌൺ കർണാടകയിൽ ഏത് റൗണ്ടിലാണ് ലോക്ക്ഡൌൺ? സ്റ്റേറ്റ് കോട്ട എല്ലാം 3ാമത്തെ റൗണ്ടിലും ഓൾ ഇന്ത്യ കോട്ട 2nd. അതല്ല ഞാൻ പറയുന്നത്, ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടില്ലല്ലോ മറ്റേ ഇത് ഡീംഡ് ഇപ്പൊ മണിപ്പാലോ മംഗലാപുരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ 2nd റൗണ്ടിൽ ലോക്കാവും. സ്റ്റേറ്റ് കോട്ട വഴി എവിടെ എടുത്താലും 3rd റൗണ്ട് വരെ അതേ സ്റ്റേറ്റിൽ മുമ്പോട്ട് പോകാം. ശരി. മലപ്പുറത്തിനാണ് സാറേ. ഓക്കെ. ഈ കൊല്ലം പാരിപ്പള്ളിയിൽ സ്റ്റേറ്റ് കോട്ടയിൽ EWS ഒപ്പം പരിഗണിച്ചോ സാറേ? EWS ESI അത് രണ്ട് വെബ്സൈറ്റ് വഴിയല്ലേ? ESI പരിഗണിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട MCCയുടെ വെബ്സൈറ്റ് വഴി, EWS പരിഗണിക്കുന്നത് കേരള മെഡിക്കൽ അലോട്ട്മെന്റ് വഴി. രണ്ടും പരിഗണിക്കും. ഓക്കെ. സ്റ്റേറ്റ് കോട്ടയിലാണെങ്കിൽ EWS ആയിട്ട് പരിഗണിക്കും, ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിൽ ESI ആയിട്ട് പരിഗണിക്കും. രണ്ടും രണ്ട് വെബ്സൈറ്റാ. ശരി. ഹലോ, ഗുഡ് ഈവനിങ്. ഡയറക്റ്റ് ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ സംശയങ്ങൾ ചോദിക്കാൻ പോണേ. നമസ്തേ. എന്റെ മോള് അവിടെ നമ്മുടെ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ വന്നിട്ട് ഇപ്പൊ ഈ റീ എക്സാം എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ സാർ? അതെ. അപ്പൊ ഈ റീ എക്സാം വെക്കുകയാണെങ്കിൽ അപ്പൊ ഇവർക്ക് നമുക്ക് അവിടെ പഠിച്ചതിന്റെ വീഡിയോസ് ഒന്നും ഇപ്പൊ അവരുടെ പ്രൊഫൈലിൽ ഇല്ല. ഇ ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രഖ്യാപിക്കുന്ന അന്ന് മുതൽ മോഡൽ എക്സാമുകളും ക്ലാസ്സുകളുമായിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഫുൾ പാക്കേജ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യും. നമ്മുടെ പഴയ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂസ് തന്നെ ഓപ്പൺ ചെയ്യും. ഇവരെ വിളിച്ച് ഓൺലൈൻ വഴിയും ചെയ്യാം, ഓഫ്ലൈൻ വഴിയും ചെയ്യാം. ഹോസ്റ്റലിലോട്ട് വരണമെങ്കിൽ ഹോസ്റ്റലിലോട്ട് വരാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെ നമ്മുടെ സെന്ററിന് അടുത്ത് വന്ന് പരീക്ഷകൾ എഴുതാം. മെയ് 4-ാം തീയതി വരെ എങ്ങനെയായിരുന്നോ പ്രോഗ്രാം അത് തന്നെ കണ്ടിന്യൂ ചെയ്യും അതിന്റെ ബാക്കിയായിട്ട്. ഓക്കെ, ബൈ. റീനീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അധികം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നൊരു സമയമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരേ ചോദ്യമാണ്, ഞങ്ങൾ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഏത് മാർക്ക് കിട്ടിയവരും അവരോടെല്ലാം നമ്മൾ പറയുന്നത് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടില്ല. ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങിയ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമില്ല. എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു, നമ്മൾ ആരോടാണ് നമ്മൾ എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഒരു സെൻസ് ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. ഇനി അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എത്രയും കപ്പാസിറ്റി ഉണ്ട്. ബ്രില്യൻ്റ് അല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത്? കൃത്യമായിട്ടും അതിൻ്റെ പാക്കേജുകളൊക്കെ റെഡിയാണ്. അങ്ങനെ ഒരു വന്നാൽ ആ നിമിഷം മുതൽ തന്നെ നമ്മൾ ആ പാക്കേജിലോട്ട് മെയ് 4-ാം തീയതി നമ്മൾ എങ്ങനെയാണോ കുട്ടികളെ നമ്മുടെ എക്സാം ഹാളിലോട്ട് വിട്ടത് അതുപോലെ തന്നെ കൃത്യമായ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വന്നാൽ നമ്മൾ അതനുസരിച്ച് കുട്ടികളോട് പറയും. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അകന്ന് നിങ്ങൾ കിട്ടിയ മാർക്കിനെയൊക്കെ ആലോചിച്ച് ഏത് കോളേജാണ്, നമ്മൾ ധാരാളം നമുക്ക് സാധ്യതകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ഹോബി എന്താണോ അതിനായിട്ട് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായിട്ട് നിങ്ങൾ ഏറ്റവും അടിച്ച് പൊളിച്ച് തന്നെ നടന്നോളൂ. നമുക്ക് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ വരട്ടെ. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് ഇനിയും. ഓക്കെ സാർ, നമുക്ക് അടുത്ത കോളറുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഡയലി ഡൗട്ട് ടു ബ്രില്യൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശിവൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. മാഡം നമസ്തേ മാം, പറയൂ. സാർ, ഞാൻ ഈ വർഷം അവിടെ ഓഫ്ലൈൻ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടിയുടെ മമ്മിയാണ്. ഓക്കെ മാം. മോള്
489 ആണോ മാർക്ക്. ഓക്കെ മാം. പക്ഷേ എവിടെയാണ് അവർക്ക് ചാൻസ് കിട്ടുന്നത്? NRI മാത്രമേ ഉള്ളൂ കേരളത്തില്? കേരളത്തിൽ NRI സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി പോലെയുള്ള സ്റ്റേറ്റ് കോട്ടകൾ അങ്ങനെയൊക്കെ മാത്രമാണ് സാധ്യത. ഒരു 18 ലക്ഷം 20 ലക്ഷം റേഞ്ചിൻ്റെ MBBS സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഓക്കെ സാർ. പിന്നെ സ്റ്റുഡന്റ് പോർട്ടൽ വന്നിരുന്നു KM കീമിന്റെ. ഒരു മിനിറ്റ്. നമസ്തേ മോളെ പറയൂ. കീമിന്റെ സ്റ്റുഡന്റ് പോർട്ടലില് 3 ഫയൽസ് ഇന്നലെ ഡെഡ് ലൈൻ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതെ ഞങ്ങൾക്ക് 2 അപ്രൂവ് ആയി. NRIയും കാറ്റഗറി സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് അപ്രൂവ് ആയി. നോ നീഡ് ടു അപ്ലോഡ് എന്ന് കാണിച്ചിരുന്നത്. ബട്ട് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൽ അവർ നോ ഫയൽ ചൂസൺ ആണ് കാണിക്കുന്നത്. താങ്കൾ എന്ത് കാറ്റഗറിയാണ്? അത് കൊണ്ടാണോ? താങ്കൾ എന്ത് കാറ്റഗറിയാണ്? എന്ത് സമുദായമാണ്? ഓക്കെ. അതിപ്പോൾ കേരളയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ താങ്കൾ ക്രിസ്ത്യൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തത്. അത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് നമുക്ക് കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ. ഇല്ല അത് അനുവദിച്ച് കിട്ടും. ഓക്കെ. ബൈ. അപ്പോൾ ഡയലൈറ്റ് ഔട്ട് ടു ബെർലിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിരവധി ആളുകൾ, വിദ്യാർത്ഥികളും മാതാപിതാക്കളും നമ്മളെ വിളിച്ചു. എല്ലാ കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ നമുക്ക് ഈ ഒരു സമയപരിമിതി കാരണം നമുക്കറിയാം ശിവൻ സാറിന് നല്ലൊരു തിരക്കുള്ള മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് ലൈവിലൂടെയും അതുപോലെ തന്നെ ശിവൻ സാർ പേഴ്സണലായിട്ട് ശിവൻ സാറിനെ വിളിക്കുന്നവർക്കൊക്കെ നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്നലത്തെ എപ്പിസോഡിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇന്ന് ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് ചോദ്യങ്ങളെ അവതരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഇപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഞങ്ങൾ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ആ ഒരു നമ്പറിൽ ആരും വിളിക്കാൻ ശ്രമിക്കേണ്ട. കാരണം ഒരുപക്ഷെ ആ ഒരു കോളുകളിലേക്ക് അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. നമ്മുടെ ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ അപ്പോൾ നമ്മുടെ ഈ ലൈനിൽ ചേരുന്നത് ആരാണോ അവരുമായിട്ട് കൃത്യമായി സംസാരിച്ച് കൃത്യമായ വിവരങ്ങൾ ശിവൻ സാറ് പറഞ്ഞു തരും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നാളെ കൃത്യം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളെല്ലാവരും വിളിക്കുക. നിങ്ങൾക്കൊപ്പം ബെർലിനുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.